നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ 3-4 ഖുതുബകളിലായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ മക്കൾ. മക്കളുമായി ബന്ധപ്പെട്ട് ദീന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരനായിരുന്ന സ്വേച്ഛാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. 1923 പട്ടാള വിപ്ലവത്തിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു എന്ന കുറ്റത്തിന് ഹിറ്റ്ലർ ജയിലിലാകുന്നുണ്ട്. ഈ സമയത്താണ് ഹിറ്റ്ലർ അയാളുടെ ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥ എന്റെ പോരാട്ടം എന്നർത്ഥം വരുന്ന മെയിൻ കാഫ് രചിക്കുന്നത്. 1933 മുതൽ 1945 വരെ ജർമ്മൻ ചാൻസലറായിരുന്ന ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഹോളോകാസ്റ്റിലുമായിട്ട് 5 കോടി മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. മനുഷ്യനെ കൊല്ലുന്നതിൽ ഒരു പ്രത്യേകമായ ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. അതുകൊണ്ടാണ് മറ്റാരും സ്വീകരിക്കാത്ത മാർഗങ്ങളിലൂടെയാണ് അയാൾ മനുഷ്യരെ കൊന്നത്. വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി അതിൽ മനുഷ്യരെ കുത്തി നിറച്ച് ഭക്ഷണം നൽകാതെ, വെള്ളം നൽകാതെ, പട്ടിണി കിടന്ന് മനുഷ്യർ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് പ്രത്യേകമായ ഒരു മനോസുഖം ലഭിച്ചിരുന്നെന്നാണ്. അതുവരെയും ആരും പരീക്ഷിക്കാത്ത ഗ്യാസ് ചേമ്പറുകളിൽ മനുഷ്യനെ ജീവനോടെ ചുട്ടുകൊല്ലുന്നത് അയാളുടെ ഒരു വിനോദമായിരുന്നു. വികലാംഗരായ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിലും ഹിറ്റ്ലർക്കൊരു പ്രത്യേകമായ രസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹിറ്റ്ലർ എന്തുകൊണ്ട് ഇത്രയും വലിയ ക്രൂരനായി എന്നത് മനഃശാസ്ത്രജ്ഞർ ഒരു പഠന വിഷയമായി എടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ ക്രൂരനായി ജനിച്ചതല്ല, മറിച്ച് അയാൾ വളർന്ന വീടിന്റെ അന്തരീക്ഷമാണ് അയാൾ അത്രയും വലിയ മനുഷ്യത്വരഹിതനാക്കി മാറ്റിയത് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാണാൻ കഴിയും. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ് സ്വന്തം അച്ഛനിൽ നിന്ന് ഹിറ്റ്ലർ അയാളുടെ ജീവിതകാലത്ത് അനുഭവിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറുടെ അച്ഛൻ അലോയ്സ് ഹിറ്റ്ലർ അയാളൊരു ജാരസന്തതിയായിരുന്നു. അയാളുടെ തന്തയുടെ പേര് ആർക്കും അറിയില്ല. ഹിറ്റ്ലറുടെ അമ്മ ക്ലാര പോൾസ്ലി. ഈ പട്ടാളക്കാരനായിരുന്ന അച്ഛൻ, കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ, അയാളുടെ ജീവിതത്തിൽ നിരന്തരമായി ജാരസന്തതി എന്ന ആരോപണം കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അയാൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്റെ മകൻ ഹിറ്റ്ലർ ഇങ്ങനെ പ്രതികരിക്കാത്ത ഒരാളായി വളരരുത് എന്ന ധാരണയിൽ വളരെ കഠിനമായ ശിക്ഷാമുറകളിലൂടെയാണ് ഈ മകനെ അലോയ്സ് ഹിറ്റ്ലർ വളർത്തുന്നത്. അമ്മയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഹിറ്റ്ലറിനുണ്ടായിരുന്നത്. വളരെ സ്നേഹമായിരുന്നു അമ്മയോട്. അപ്പോ ഹിറ്റ്ലർ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ശരീരത്തിൽ അച്ഛന്റെ ചുരുട്ടിന്റെ പൊള്ളലേൽക്കാത്ത ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയെ ഈ അലോയ്സ് ഹിറ്റ്ലർ ചുരുട്ട് കത്തിച്ചിട്ട് ശരീരത്തിൽ വെക്കുക എന്നതായിരുന്നു അയാളുടെ ഒരു വിനോദം എന്ന് പറയുന്നത്. എന്റെ അമ്മ മരിച്ചപ്പോൾ എനിക്കൊന്ന് കരയാൻ കഴിഞ്ഞില്ല.
കാരണം എന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല എന്ന് മെയിൻ കാഫിൽ ഹിറ്റ്ലർ പറയുന്നുണ്ട്. ഹിറ്റ്ലറുടെ അച്ഛന്റെ ക്രൂരത വിവരിക്കുന്നിടത്ത് അയാൾ പറയുന്നുണ്ട്, ഒരു ദിവസം ജനാല അടക്കാൻ പറഞ്ഞു അച്ഛൻ. അപ്പൊ അത് ഈ കുട്ടി കേട്ടില്ല. അപ്പൊ അച്ഛൻ വന്നപ്പോ ജനാല അടച്ചിട്ടില്ല. അങ്ങനെ അവനെ വെളിയിൽ കൊണ്ടുവന്ന് ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ചു, വെയിലത്ത് നിർത്തി. അങ്ങനെ ഈ മകൻ തളർന്നു വീണപ്പോ അമ്മ വന്ന് കുറച്ച് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തതിന് അമ്മക്കും കിട്ടിയ മർദ്ദനം. മകന്റെ എന്തെങ്കിലും ഒരു അരുതാത്തത് കണ്ടാൽ മകനെ ശിക്ഷിക്കുന്നത് അവന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഈ അച്ഛൻ വലിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പിന്റെ ചാരം, തിളച്ച ചാരം ഷർട്ടിൽ ഊരിയിട്ട് ഇങ്ങനെ ഷർട്ടിന്റെ ഉള്ളിലൂടെ കുടഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെയാണ് ശിക്ഷിക്കുക എന്നാണ്. കൈകാലുകൾ അനക്കാൻ പറ്റാതെ തൂണിൽ കെട്ടിയിട്ട് തല്ലു. ഹിറ്റ്ലർ തന്നെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഒരാളെ ഉപദ്രവിക്കേണ്ടി വരുമ്പോൾ എന്റെ അച്ഛന്റെ മുഖമങ്ങാനം ഓർമ്മയിൽ വന്നാൽ എന്റെ ശിക്ഷ കഠിനമാവും. ഗ്യാസ് ചേമ്പറുകളിൽ ആളുകളെ ചുട്ടുകൊല്ലുമ്പോൾ എന്റെ ഷർട്ടിനുള്ളിലേക്ക് അച്ഛൻ ഊതിയിട്ട പൈപ്പിലെ ചാരമാണ് എനിക്ക് ഓർമ്മ വരിക എന്നും അയാൾ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ വളരെ നന്നായി ചിത്രം വരക്കുന്ന ഒരാളായിരുന്നു ഹിറ്റ്ലർ. എറിക് ഫ്രോം എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നുണ്ട്, ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിൽ എങ്ങാനും ആ പയ്യൻ വളർന്നിരുന്നുവെങ്കിൽ ലോകത്തിന് വലിയൊരു ചിത്രകാരനെയും 5 കോടി മനുഷ്യർക്ക് അവരുടെ ജീവനെയും തിരിച്ചു കിട്ടുമായിരുന്നു എന്ന്. മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ ആശയം അതാണ്. അല്ലാഹു പറയുന്നുണ്ട്, മക്കൾ വളരെ ശുദ്ധമായ പ്രകൃതിയിൽ, പ്രവാചകൻ എന്നെ വിശദീകരിക്കുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുക. ലോകത്ത് ഒരു കുഞ്ഞും കള്ളനായി ജനിച്ചിട്ടില്ല. ഒരു കുഞ്ഞും തമ്മാടിയായോ ധിക്കാരിയായോ ജനിക്കുന്നില്ല. വ്യഭിചാരിയായിട്ട് ഒരു കുഞ്ഞും ഇതേവരെ പിറന്നു വീണിട്ടില്ല. ഏതൊരു കുട്ടിയുടെയും അവൻ വളർന്നു വരുന്ന ഗ്രഹാന്തരീക്ഷം, അവന്റെ ചുറ്റുപാട്, അതാണ് അവനെ വളർത്തെടുക്കുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിക്കുക ശുദ്ധമായ പ്രകൃതിയിലായിരിക്കും. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്ന അന്തരീക്ഷമാണ് അവനെ ക്രിസ്ത്യാനിയോ ജൂതനോ അഗ്നിയാരാധകനോ ആരെല്ലാമോ ആക്കി മാറ്റുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഒരു വരയും കുറിയും ഇല്ലാത്ത ഒരു വൈറ്റ് പേപ്പറാണ് മക്കൾ. അതിൽ എന്ത് ചിത്രം വരക്കണം, എങ്ങനെ വരക്കണം എന്ന് തീരുമാനിക്കുന്നത് മക്കളാണ്. എങ്ങനെ തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോൾ മാതാപിതാക്കളെ പ്രതികളാക്കി നിർത്തുന്നത്. ചില മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മക്കൾ പറയുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, ഖാലു റബ്ബനാ മൻ ഖദ്ദമ ലനാ ഹാദാ ഫസിദ്ഹു അദാബൻ ളൈഫൻ ഫിന്നാർ. പടച്ചവനെ, ഇവരാണ് എന്റെ മാതാപിതാക്കൾ, ഇവരാണ് എന്നെ കള്ളനാക്കിയത്, ഇവരാണ് എന്നെ ചമ്മാടിയും വൃത്തികെട്ടവരുമാക്കി മാറ്റിയത്, എന്റെ തിന്മകളെ പ്രോത്സാഹിപ്പിച്ച് എന്റെ നന്മകളെ ഇല്ലാതാക്കിയ എന്നേക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം തന്നവർ ഇവരാണ്. ഫസിദ്ഹു അദാബൻ ളൈഫൻ ഫിന്നാർ, അതുകൊണ്ട് ഇരട്ടി ശിക്ഷ ഇവർക്ക് നൽകണമേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്.
അവരുടെ തലകൾ ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളൊന്ന് ചവിട്ടി അരക്കുമായിരുന്നേനെ എന്ന് മക്കൾ മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്ന കളങ്കമുള്ള കുട്ടികളെ അല്ല, അവരിൽ എന്തെങ്കിലും കളങ്കങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അഴുക്കുകൾ വരുന്നുണ്ടെങ്കിൽ, അവർ വളർന്നു വന്ന അന്തരീക്ഷത്തിന്, അവർക്കായി നിങ്ങൾ ഒരുക്കിയ അന്തരീക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. ഇതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. അള്ളാഹു പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, മക്കളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ ജാഗ്രത ഉണ്ടാവേണ്ടത് എപ്പോഴാണ് എന്ന്. സാധാരണ അള്ളാഹു മാതാപിതാക്കളെ കുറിച്ച് പറയാൻ വേണ്ടി വസിയ്യത്ത് എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. മക്കളെ കുറിച്ച് അള്ളാഹു അത് തന്നെ പറയുന്നത്, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും. മക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ വസിയ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കളെ കുറിച്ചും അള്ളാഹു പറയുന്നത്. നമ്മളൊക്കെ മക്കളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത് നമുക്ക് മക്കളുണ്ടായതിനു ശേഷമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ, അല്ല, നിങ്ങൾ വിവാഹത്തിന് ആലോചിക്കുമ്പോൾ തസവ്വജുൽ വദൂദുൽ വലൂദ്, സ്നേഹിക്കാൻ അറിയുന്ന കുഞ്ഞിനെ നിങ്ങൾ, സ്നേഹിക്കാൻ അറിയുന്ന മാതാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. വിവാഹാലോചനയിൽ പോകുമ്പോൾ തനിക്ക് പറ്റുന്ന പെണ്ണ്, തനിക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന പെണ്ണ്, തന്റെ കൗതുകത്തിന് പറ്റിയ പെണ്ണ് എന്നല്ലേ നിങ്ങൾ ആലോചിക്കാറുള്ളൂ. അല്ല, നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളുടെ ഉമ്മയാകാൻ പറ്റുമോ എന്ന അന്വേഷണം ഉണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ റസൂൽ പറയുന്നത്, അപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. കുട്ടി ഉണ്ടായിട്ടൊന്നുമില്ല. ഇദാ അതാ അഹദുക്കും അഹ്ലഹു ഫൽയഖുൽ അല്ലാഹുമ്മ ജന്നിബ് ലശ്ശൈത്താന വജന്നിബ് ശൈത്താന മാ റസഖ്തനാ. പടച്ചോനെ, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, കുട്ടി ജനിച്ചിട്ടില്ല, ഞങ്ങളുടെ ഈ വേഴ്ചയിൽ ഞങ്ങൾക്കൊരു സന്താനം ജനിക്കുകയാണെങ്കിൽ അവനെ നീ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. അവനെ നീ എല്ലാ അസുഖങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, പൈശാചികതകളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടത് അതുകൊണ്ട്. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം, മക്കളോടുള്ള ജാഗ്രത വിവാഹത്തിന് മുമ്പ് തുടങ്ങണമെന്ന്. സന്താനങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്ന മൂന്നാമത്തെ വസ്തുത, അല്ലാഹു പറയുന്നു, മക്കൾ എന്നത് അള്ളാഹുവിന്റെ ഒരു ദാനമാകുന്നു എന്ന്. നമുക്കൊക്കെ ചുറ്റുവട്ടത്ത് ഒരു കുഴപ്പവുമില്ല എന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തിയ ആളുകളുണ്ട്. 10-15 വർഷമായിട്ട് മക്കൾ ജനിക്കാതെ അതിന്റെ ആധിയിലും വിഷമത്തിലും കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മക്കളില്ലാത്തവരുടെ വിഷമം നമുക്കറിയാം. ആ മാതാവും പിതാവും ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് മക്കൾ. അവരുടെ ആദി, എന്റെ മക്കളില്ലാതെ ഞാൻ മരണപ്പെട്ടു പോയാൽ അതോടുകൂടി എന്റെ കുടുംബം തീർന്നു എന്നാണ്. അവിടെ അള്ളാഹു പറയുന്നു, അത് നിങ്ങൾ കാര്യാക്കണ്ട. ആർക്ക് മക്കൾ ജനിക്കണം, ജനിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് അത് എന്റെ ഔദാര്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പൈസ ചെലവാക്കുന്ന ഒന്ന് ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെ എല്ലാ ചികിത്സ ആളുകളും പൈസ കൂടുതൽ മുടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആളുകൾ നമുക്കറിയാം. വൈദ്യശാസ്ത്രവും ഏത് ശാസ്ത്രവും അവർ പ്രയോഗിക്കും. അവസാനം ആൾദൈവങ്ങളുടെ പോയി കാലിൽ കിടക്കാൻ അവർ തയ്യാറാവും. എന്നിട്ട് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത്, ലോകത്തെ ഇൻഫെർട്ടിലിറ്റി ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് 12% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 88% ഇതുകൊണ്ട് ചികിത്സ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല. അവർ പറയും ഞങ്ങളുടെ മുന്നിൽ ഒരു കാരണവും കാണുന്നില്ല, പിന്നെ ഈശ്വരൻ. അത് വളരെ കൃത്യമായി അല്ലാഹു പറയാണ്, യഖ്ലുഖു മാ യശാ. അല്ലാഹു പറയാണ്, അവൻ ഇഷ്ടമുള്ളത് സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസൻ.
അവൻ ചിലർക്ക് പെൺകുഞ്ഞുങ്ങളെ നൽകും. വയഹബു, അവൻ ദാനമായി നൽകും. ലിമൻ യശാഉ ദുക്കൂർ, ചിലർക്ക് ആൺകുഞ്ഞുങ്ങളെ ദാനമായി നൽകും. ഔ യുദവ്വിജുഹും ദുക്റാനൻ വ ഇനാസൻ, മറ്റു ചിലർക്ക് ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഇടകലർത്തി നൽകും. വയജാലു മൻ യശാഉ അഖീമൻ, ചിലരെ അവൻ വന്ധ്യരായി തീർക്കും, മക്കളുണ്ടാവൂല. ഇന്നഹു അലീമുൻ ഖദീർ, അവന് നല്ല വിവരമുണ്ട്. അള്ളാഹുവിന് നല്ല വിവരമുണ്ട്. ആർക്ക് കൊടുക്കണം, കൊടുക്കേണ്ടതില്ല, എന്തുകൊണ്ട് കൊടുക്കണം, എന്തുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നത് അവന്റെ തീരുമാനമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് മക്കളെ കുറിച്ച് ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യം. ഖുർആൻ പറയുന്ന നാലാമത്തെ കാര്യം, മക്കൾ ഒരു അമാനത്താകുന്നു. ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സ്വത്തിനെയാണ് അമാനത്ത് എന്ന് പറയുക. അമാനത്ത് അള്ളാഹു നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നതാണ് ഈ മക്കളെ. എന്റെയും നിങ്ങളുടെയും അധ്വാനം കൊണ്ട്, എന്റെയും നിങ്ങളുടെയും പൈസ കണ്ടിട്ടല്ല അള്ളാഹ് നമുക്ക് മക്കൾ തന്നിട്ടുള്ളത്. അള്ളാഹ് തീരുമാനിച്ചു നമുക്ക് മക്കളുണ്ടാകണമെന്ന്, അങ്ങനെ അള്ളാഹു നമുക്ക് മക്കളെ തന്നു. അള്ളാഹ് തീരുമാനിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഇതൊരു അമാനത്താണ്. ഒരു കറയും വീഴാത്ത രീതിയിൽ ശുദ്ധമായ വൈറ്റ് പേപ്പറായി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം നാളെ സ്വർഗത്തിൽ വരുമ്പോൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ, നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനക്കുറിവിൽ നിങ്ങൾക്ക് ഞാൻ തന്ന ഈ മക്കളെ ഉണ്ടല്ലോ, ഈ കുടുംബമുണ്ടല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ, അവരെ നരകത്തീ തൊടാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാകുന്നു, നിങ്ങൾ മാതാപിതാക്കൾക്കാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത്, വറസൂല, പ്രവാചകനെ വഞ്ചിക്കരുത്. അടുത്ത വാചകം വതഖൂലു അമാനാതിക്കും, അള്ളാഹു നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളെ, സന്താനങ്ങൾ എന്ന് പറയുന്ന അമാനത്തിനെ, സമ്പത്ത് എന്ന് പറയുന്ന അമാനത്തിനെ, അതിനോട് നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദിബ് ഇബ്നക്, നിങ്ങൾ സന്താനങ്ങളെ അദബോടുകൂടി വളർത്തണം. ഫഇന്നക മസ്ഊലുൻ അൻഹു മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, മക്കളെ നിങ്ങളെ എങ്ങനെയാണ് വളർത്തിയത് എന്നത് അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്ന കാര്യമാണ്. വഇന്നക മസ്ഊലുൻ മാദാ അല്ലംതഹു, നിങ്ങളെ മക്കളെ എന്താണ് പഠിപ്പിച്ചത്, എന്തദബാണ് അവർക്ക് പകർന്നു കൊടുത്തത് എന്ന് അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണകൂടവും പ്രജകളും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചു. എന്നിട്ട് അവർ തമ്മിലുള്ള ബാധ്യതകളൊക്കെ പറഞ്ഞു. ഭരണകൂടം കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്ന വാചകം റസൂൽ പറയുകയാണ്, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, പിതാവ് തന്റെ കുടുംബത്തിനെ കുറിച്ച് അതിന്റെ മേൽനോട്ടക്കാരനാകുന്നു. വഹുവ മസ്ഊലുൻ അൻഹും, ആ പിതാവ് സ്വാഭാവികമായും ചോദിക്കപ്പെടും, എന്തുകൊണ്ട് നിന്റെ മക്കൾ ഇങ്ങനെയായി, നിന്റെ ഭാര്യ ഇങ്ങനെയായി എന്ന്. എന്നിട്ട് ഉമ്മയെ എടുത്തു പറഞ്ഞു, വൽ മറാത്തു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വ വലദിഹി, മക്കൾ എന്താണ്, എങ്ങനെ വളർന്നു, ഭർത്താവിനെ നിനക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ലേ, എന്തുകൊണ്ട് അവർ വഴികേടിലായി എന്ന് ഭാര്യയും ചോദിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, നാലാമത്തെ കാര്യം പറഞ്ഞത് മക്കൾ ഒരു അമാനത്താകുന്നു. അഞ്ചാമത്തെ കാര്യം അള്ളാഹ് നേർക്കുനേരെ പറയുകയാണ്, സന്താനങ്ങൾ ഒരു പരീക്ഷണമായിരിക്കും. ഫിത്ന എന്ന പ്രയോഗം, ഫിത്ന പറഞ്ഞാൽ കുഴപ്പമെന്നല്ല അർത്ഥം, ഫിത്ന പറഞ്ഞാൽ പരീക്ഷണമാണ്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്കുള്ള പരീക്ഷണമാകുന്നു. ഞാൻ ആ പരീക്ഷണം നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. 10-30 വർഷവുമായി അധ്യാപകനായി ജോലി ചെയ്യുന്നു.
പലതരത്തിലുള്ള ആളുകൾ വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും മക്കളില്ലെങ്കിൽ മക്കളില്ല എന്നൊരു സങ്കടമേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു മക്കളുണ്ടായില്ലല്ലോ എന്നൊരു സങ്കടമേ അവർക്കുണ്ടാകുള്ളൂ. വല്ലാത്ത സങ്കടമായിരിക്കും. പക്ഷെ മക്കൾ ജനിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മകൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ സങ്കടങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് കണ്ടിട്ടുണ്ട്. കോളേജില് ഒരു കുട്ടി മഹാകുരുത്തക്കേടായിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ അവനെ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോ ഒരു മാതാവും പിതാവും കൂടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 10-12 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഇവൻ. അവൻ എന്താണെന്നറിയാതെ അവൻ ചോദിച്ചത് മുഴുവൻ നൽകി വളർത്തിയതാണ്. ഉസ്താദിനോട് ഞാൻ പറയാം, അള്ളാഹുൽ സാക്ഷി, ഇവൻ എനിക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാണ്. തന്റെ മക്കൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ട്. വളരെ ബോധമാണ് ഖുർആന്റെ പ്രയോഗം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമായി വരുന്ന കാലമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മക്കളോടുള്ള നമ്മുടെ ബാധ്യതകൾ എന്താണ്? മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിലേക്ക് ഒരു പിതാവ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പോ ഇയാള് പറഞ്ഞു, എനിക്ക് ഉമറിനെ ഒന്ന് സ്വകാര്യമായി കാണണം. അപ്പൊ ഖലീഫ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ശരി വരാൻ പറഞ്ഞു. ഈ കുട്ടിയെ നിർത്തിക്കൊണ്ട് ആ പിതാവ് ഉമറിനോട് പറയാണ്, മഹാകുരുത്തം കെട്ടവനാണ് എന്റെ മകൻ, ഒരു തരത്തിലും അനുസരിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു ഈ കുഞ്ഞിനെ തന്റെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി തിരിച്ചു ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി. താങ്കൾ ഇത്രയും നേരം മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ടുന്ന ബാധ്യതയെ കുറിച്ചല്ലേ പറഞ്ഞത്? നേരെ തിരിച്ചുണ്ടോ? അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി. മക്കളോട് എന്താണ് മാതാപിതാക്കളുടെ ബാധ്യത? ഉമർ പറഞ്ഞു, തീർച്ചയായിട്ടും ബല, തീർച്ചയായിട്ടും മക്കളോട് ചില ബാധ്യതകൾ മാതാപിതാക്കൾ വെച്ചു പുലർത്തണം. ഫമാഹിയ യാ അമീറുൽ മുഅ്മിനീൻ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, അൻ യൻതഫിയ ഉമ്മഹു. ഒന്ന്, അവന് വേണ്ടി നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞ വാചകം അതാണ്. പലപ്പോഴും നമ്മൾ വിവാഹം ആലോചിക്കുന്നത് നമുക്ക് പറ്റിയ പെണ്ണ് എന്നാണ്. ഉമർ പറയാൻ, ഒരു മാതാവും പിതാവും അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ മകന് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ ബാധ്യത, എന്റെ മകൻ വളരേണ്ടുന്ന മടിത്തട്ട്, എന്റെ മകനെ വളർത്തേണ്ടുന്ന ഉമ്മ, അവൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ പിതാവിനുണ്ടായിരുന്നു. ഇവൻ പെണ്ണ് കാണാൻ പോയപ്പോ, ഇവൻ വിവാഹം ആലോചിച്ചപ്പോ അവനന്ന് അവന്റെ കാര്യം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടാൽ ഒരു കൗതുകം തോന്നിക്കുന്ന പെണ്ണെന്റെ കൂടെ വേണമെന്ന് അവൻ ആലോചിച്ചിട്ടുള്ളൂ. അവൾ നിസ്കരിക്കുവോ, നോമ്പെടുക്കുവോ, അവൾക്ക് അതവുണ്ടോ, അവളുടെ പെരുമാറ്റം നല്ലതാണോ, സ്വഭാവം നല്ലതാണോ, ഇതൊന്നും പരിഗണിച്ചിട്ടില്ല. ഇത് പരിഗണിക്കാതെ ആ മടിത്തട്ടിലുണ്ടാകുന്ന കുട്ടി ഏത് കോലത്തിലാകുമെന്ന് പറയാൻ ഒരു മടിയും നമുക്ക് കാണിക്കേണ്ടതില്ല. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. എന്ത് രസത്തിലെ ഖുർആൻ പറയുന്നത് നമുക്ക്, നല്ല നാട്ടിൽ നിന്ന് നല്ല മുളകൾ ഉണ്ടാവും, നല്ല മണ്ണിൽ നിന്നാണ് നല്ല വിത്തുകൾ ഉണ്ടാകുക, നല്ല ചെടികൾ ഉണ്ടാകുക. ഖുർആന്റെ പ്രയോഗമാണ് വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദൻ. വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദൻ. വൃത്തികെട്ട മണ്ണിൽ നിന്ന് വൃത്തികെട്ട ചെടികളെ ഉണ്ടാവുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇയ്യാകും വഖദറാ ഉദ്ദമൻ. നിങ്ങൾ കുപ്പയിലെ സൗന്ദര്യത്തെ സൂക്ഷിക്കണം. കുപ്പയിലെ അഴുക്ക് ചാലിലെ ചെടിയെ സൂക്ഷിക്കണം. അത് വളർന്നു വന്നത് അഴുക്ക് ചാലിലാണ്. അത് അതിന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ ഉമർ ഈ കുട്ടിയോട് പറയാൻ, നിന്റെ വാപ്പാക്ക് നിന്നോടുണ്ടായിരുന്ന ഒന്നാമത്തെ ബാധ്യത നിനക്ക് വേണ്ടി സാലിഹത്തായ ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കലാകുന്നു. റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ടല്ലോ, മൂക്കുമുറിഞ്ഞ കറുകറുത്ത അടിമ സ്ത്രീയാണ് ഈമാൻ ഉണ്ടെങ്കിൽ സൗന്ദര്യമുള്ള പെണ്ണിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്.
നമ്മുടെ മക്കൾ നിസ്കരിക്കാത്തതിന് കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണം ആരാ? നമ്മുടെ മക്കളുടെ ഡ്രസ് കോഡ്, അവരുടെ വസ്ത്രധാരണ രീതി, ഇത് ഈ കോലത്തിലായതിന് പങ്കാർക്കാണ്? അവർ സുപ്രഭാതത്തിൽ തീരുമാനിച്ചൊന്നുമല്ല. അവരങ്ങനെ വളർത്തിയവർക്കാണ് അതിന്റെ വലിയൊരു പങ്ക്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ദീന് പരിഗണിച്ചുകൊണ്ടുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. എന്നെ മാത്രമല്ല പരിഗണിക്കേണ്ടത്, എനിക്ക് ജനിക്കാനിരിക്കുന്ന തലമുറകളെ കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ കുട്ടി പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്നാ ബി ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്. എന്റെ വാപ്പ ഇത് ചെയ്തിട്ടില്ല. എന്റെ വാപ്പ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ഒരു അഗ്നി ആരാധകന്റെ അടിമയായ ഒരു പെണ്ണ്, വാപ്പ അവളുടെ സൗന്ദര്യം കണ്ടാണ് കിട്ടിയത്. എന്റെ ഉമ്മയാകാൻ വേണ്ടി എന്റെ വാപ്പ തെരഞ്ഞെടുത്തത് അവളെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നു, ശരി, രണ്ടാമത്തെ ബാധ്യത എന്താണ്? ഉമർ പറയണം, യുഹ്സിന ഇസ്മഹു. മക്കൾ ജനിക്കുമ്പോൾ മക്കൾക്ക് നല്ലൊരു പേരിടണം. പേരിന്റെ പേരിൽ പാരിലെന്തിനു പോര്, പേരിലെന്തിരിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയും. വെറുതെ അല്ല, പേരിലിരിക്കുന്നു പലതും. പേര് എന്ന് പറയുന്നത് ഒരാളെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളാണല്ലോ. നമ്മൾ മക്കൾക്ക് പേരിടുമ്പോ എന്താ പരിഗണിക്കുക? മക്കൾക്ക് പേരിടുമ്പോ നമ്മുടെ പ്രധാനപ്പെട്ട പരിഗണന എന്താന്ന് വെച്ചാൽ കേൾക്കാൻ വെറൈറ്റി പേരായിരിക്കണം. അത് ഏത് ഭാഷയിൽ എങ്ങനെ ഉച്ചരിക്കുമെന്നോ ആളുകൾ ഏതർത്ഥത്തിൽ മനസ്സിലാക്കുമെന്നോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാന് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒന്നിലധികം കുട്ടികളുടെ പേര് എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം പറയാൻ പറ്റാത്ത, ഈ മൈക്കിലൂടെ വിളിച്ചു പറയാൻ പറ്റാത്ത വൃത്തികെട്ട അർത്ഥമുള്ള പേരാണ്. ഇവരെവിടുന്നോ തിരഞ്ഞെടുത്തിടുന്ന പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് പേരിടുമ്പോ അർത്ഥമുള്ള പേരിട്ട് കൊടുക്കൂ. ഒരു കുട്ടിക്ക് പേരിടുമ്പോ അവന്റെ പേര്, ആ പേരിന്റെ അർത്ഥം അവൻ അറിയുന്നൊരു സന്ദർഭമുണ്ട്. എന്റെ പേരിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോ അവന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, പുലർത്താൻ പറ്റുന്ന ഒരു മൂല്യം, ഒരു ഗുണം, അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക, ഇതൊക്കെയാണ് മക്കളുടെ പേരിൽ ഉണ്ടാവേണ്ടത്. ജാനിയ എന്ന് പേരിടുന്ന ആളുകളുണ്ട്, വ്യഭിചാരി എന്ന അർത്ഥം. ഫാഹിഷ എന്ന് പേരിടുന്ന മക്കളുണ്ട്, ശുദ്ധ ദമ്മാടി എന്നാണ് അർത്ഥം. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ പേര് തന്തയില്ലാത്തവൻ എന്നായിരുന്നു അറബി ഭാഷയിൽ. ആ കുട്ടി കഷ്ടകാലത്തിന് അറബി പഠിക്കാനാ വന്നത്. അവന്റെ വാപ്പവനിട്ട പേര് തന്തയില്ലാത്തവൻ എന്നായിരുന്നു. വാപ്പക്കറിയില്ല, ആരോ പറഞ്ഞു കൊടുത്തു, കേൾക്കാൻ സുഖമുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്റെ മകന്റെ പേരെന്താണ് ഇന്ന് തീരുമാനിക്കുന്നിടത്ത് എനിക്കൊരു ദീനുണ്ട് എന്നത് ആ പിതാവ് മറന്നിരുന്നു, അല്ലെങ്കിൽ ആ മാതാവ് മറന്നിരുന്നു. പറയാൻ, ഒന്നുകിൽ നിങ്ങൾ പ്രവാചകന്മാരെ പേരിടുക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതുമല്ലെങ്കിൽ ചില നല്ല ഗുണങ്ങളുടെ പേരുകൾ, ആളുകൾക്ക് ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റുന്ന നല്ല മൂല്യങ്ങളുള്ള പേരുകൾ ഇടുക. നിങ്ങൾ ഒരിക്കലും പേരിടരുത് ഹർബ് എന്നും മുറ എന്നും. ഹർബ് എന്നൊക്കെ ഉള്ളത് അറബികൾക്കിടയിൽ വ്യാപകമായ പേരായിരുന്നു, യുദ്ധം എന്നതിന്റെ അർത്ഥം. അത്തരം കലഹമുള്ള പേരിടരുത്. നിങ്ങളുടെ ഉച്ചാരണ സുഖം നോക്കിയിട്ട്, കേൾക്കാൻ ഇമ്പം നോക്കിയിട്ട്, വെറൈറ്റി തെരഞ്ഞിട്ട് വൃത്തികേടുകൾ ഇട്ടുകൊടുക്കരുത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. പല സഹാബികളുടെയും പേര് റസൂൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, സഹൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വരുമ്പോൾ സഹലിന്റെ അടുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പേരെന്ന്. അപ്പൊ റസൂൽ അയാൾ പറയാണ്, എന്റെ പേര് ഹസൻ. റസൂൽ പറഞ്ഞു, വേണ്ട, ആ പേര് കൊള്ളൂല, ദുഃഖം എന്നാണ് അർത്ഥം, സങ്കടം എന്നാണ്. നീ സഹലാണ്, നീ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്നവനാണ്. വേറൊരു മനുഷ്യൻ വന്ന റസൂലിന്റെ അടുത്ത്, സലമത്ത് ബിൻ അക്വാൻ. അദ്ദേഹത്തിന്റെ പേര്, പഴയ പേര് ഹർബ് എന്നാണ്, യുദ്ധം എന്നായിരുന്നു. റസൂൽ അത് മാറ്റിയിട്ടാണ് സലം എന്ന് പേരിട്ട് കൊടുത്തത്. അബ്ദുൽ കഅബ എന്ന പേരുമായിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു വരുന്നത്. റസൂലാണ് അബ്ദുൽ കഅബ എന്ന പേര് മാറ്റിയിട്ട് അബൂബക്കർ എന്നാക്കി കൊടുക്കുന്നത്. അൽ മൗലൂദ് യൂലദു യുഅറഫു ബി ഇസ്മിഹി. മക്കൾ അറിയപ്പെടുക അവരുടെ മക്കളുടെ പേരിൽ, അവരുടെ പേരിന്റെ പേരിലായിരിക്കുമെന്ന. മക്കൾക്ക് പേരിടുമ്പോൾ ആളുകൾക്ക് വിളിക്കാൻ പറ്റുന്ന
നമ്മുടെ മലയാളത്തിൽ പേരിടുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പേരിടാം, പക്ഷെ അതിന് അർത്ഥമുണ്ടാവണം. ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ പേരിന്റെ അർത്ഥം ഇതാണെന്ന് അറിയുമ്പോ, അല്ലെങ്കിൽ എന്റെ പേരിനെ പ്രതിനിധീകരിക്കുന്ന ആൾ ഇന്നതാണെന്ന് അറിയുമ്പോ ഒരു ചളിപ്പുമില്ലാതെ ധൈര്യപൂർവം എന്റെ മകനോ എന്റെ മകൾക്കോ എന്റെ പേര് ഇതാണെന്നും അതിന്റെ ആശയം ഇന്നതാണെന്നും പറയാൻ കഴിയണം. ചിലപ്പോഴെങ്കിലും മക്കൾക്ക് പേരിട്ടിട്ട് സ്വന്തം മകളുടെ പേരിന്റെ അർത്ഥം ചോദിക്കുമ്പോ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ മൂല്യങ്ങളുള്ള ഗുണങ്ങളുള്ള പേരുകൾ ഇട്ട് കൊടുക്കുക എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കുട്ടി പറയണം ഉമറിന്റെ അടുത്ത്, എന്റെ വാപ്പാക്ക് അവിടെയും പഴിച്ചു, പക്കത് സമ്മാനി ജുഅലൻ, എന്റെ വാപ്പ എനിക്കിട്ട പേര് ഹുനഫ്സ, വണ്ടി എന്നാണ്. ചാണകത്തിലിരിക്കുന്ന പുഴുവിന് പറയുന്ന പേരാണ്. അതാണ് എന്റെ വാപ്പ എനിക്കിട്ടിരിക്കുന്നത്. മൂന്നാമത് ഉമറിനോട് കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താണ് മക്കളോട് മാതാപിതാക്കൾ കാണിക്കേണ്ടത് മൂന്നാമത്തെ ബാധ്യത? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുഅല്ലിമുഹുൽ കിതാബ്, അവനെ ദീനെ പഠിപ്പിക്കണം. നമ്മളെ വെച്ചിട്ടുന്നതിനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ മദ്രസാ വിദ്യാഭ്യാസം, മദ്രസയിലെ അധ്യാപകർ എപ്പോഴും പരാതി ഉന്നയിക്കപ്പെടുന്ന ഒരു മേഖലയാണല്ലോ. ഈ പരാതി എന്തായിരിക്കും അറിയുന്നത്? ഈ പരാതി ഒരിക്കലും അവരെ എന്ത് പഠിപ്പിച്ചു എന്ന വിഷയത്തിലല്ല. സ്കൂളിൽ നിന്നൊരു കുട്ടി കൊണ്ടുവന്ന മാത്സിന്റെ നോട്ട് ബുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ 2+2=5 എന്ന് എഴുതി വെച്ചാൽ ഒട്ടനെ ഉമ്മയോ വാപ്പയോ വിളിക്കും ടീച്ചറെ. എന്താ ടീച്ചറെ കുട്ടി പൊട്ടത്തെറ്റാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താ അവിടെ പഠിപ്പിക്കുന്നത്? 2+2=5 എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ. ശരി, ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തങ്ങളുടെ മദ്രസയിലെ പുസ്തകത്തെ നോക്കിയിട്ട് മകൻ എന്ത് പഠിച്ചുവെന്നോ എന്ത് പഠിപ്പിച്ചെന്നോ അന്വേഷിച്ചിട്ടുണ്ടോ? മദ്രസ പോണെങ്കിൽ അവന്റെ ഡ്രസ്സ് നോക്കിയാൽ മതി. ഉറക്കത്തിൽ നിന്നിട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ട് അവൻ മദ്രസ പോകും. അവൻ പല്ലി വെച്ചോ നിസ്കരിച്ചോ കുളിച്ചോ ഇതൊന്നും ഒരു വിഷയമില്ല. കാരണം മദ്രസയിൽ ഉസ്താദിനും ആ വിലയേ ഉള്ളൂ. സ്കൂളിൽ പോകുമ്പോ നമ്മളൊക്കെ എന്തുമാത്രം ഒരുക്കുണ്ടാക്കും. ഇത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നന്നെ ചുരുങ്ങിയത് ഞാൻ മരിച്ചു കിടക്കുമ്പോ, ഞാൻ എന്താ സ്ഥലത്ത് എനിക്ക് ഓർമ്മയില്ല, നീലേശ്വരം ഒരു സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടു കിടത്തി മകൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കാന്ന് പറഞ്ഞു ഉസ്താദിനടുത്ത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു മകൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. മകൻ നിസ്കരിച്ച് വളരെ കൃത്യമായി നിസ്കരിച്ചു മകൻ. അത് ളുഹർ നിസ്കാരമായിരുന്നു. റുക്കൂവും സുജൂദും എങ്ങനെയാ നിസ്കരിക്കേണ്ടത് പോലും അവനറിയില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നൊരു ബോധം ഉണ്ടാകണ്ടേ ഇവന്. അത് എവിടുന്നാ കിട്ടുന്നത്? ഈ പറയുന്ന സ്കൂളിൽ നിന്ന് കിട്ടുമോ? ഉമർ പറയാൻ മൂന്നാമത്തെ ബാധ്യത അല്ലിമഹുൽ കിതാബ്, അവന് വേദഗ്രന്ഥത്തെ പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ഉടനെ ഈ കുട്ടി പറയാൻ, ഇല്ല എന്റെ വാപ്പക്ക് അവിടെയും തെറ്റി. എന്റെ വാപ്പ ഇതുവരെ ഒരു കിതാബും എന്നെ പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ഒരു കലാമും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഉടനെ ആ ഉമർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ മകനെ കുറിച്ച് പരാതി പറയാനാണല്ലോ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നീയാണ് അവന്റെ അവകാശങ്ങളെ, അവന്റെ ബാധ്യതകളെ വീഴ്ച വരുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ആ പിതാവിനെ മടക്കിയേക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചാൽ കിട്ടും പല ഉദാഹരണങ്ങളും. വളരെ പ്രധാനമാണ് മക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഒന്നാമത്തെ ബാധ്യത എന്ന് റസൂലുള്ളാഹി പറയുന്നത്. വിശുദ്ധ ഖുർആൻ കുടുംബത്തെ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത്, ആ സൂറത്ത് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഗ്രഹനാഥൻ തന്റെ കുടുംബത്തിന് മാന്യമായ ഗ്രഹാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടിയുടെ ആരോഗ്യം പ്രധാനമാണ്, മക്കളുടെ വൃത്തി നമുക്ക് പ്രധാനമാണ്. അവിടെയാണ് ഖുർആന്റെ പ്രയോഗം, മക്കൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടുന്ന വൃത്തിയുള്ള ഒരു അന്തരീക്ഷമുണ്ട്, പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്, ഒരു ശാരീരികമായ ആരോഗ്യം നമ്മുടെ കൺസേൺ ആണ്. ബാക്കിയുള്ള വിഷയം കൂടി പിന്നീട് പറയാം. ഇത് അവനോട് നൽകുന്ന അവകാശമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു വാചകമുണ്ട്. ആ വാചകം എന്താന്ന് വെച്ചാല്, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് എന്ന് പറയുന്നത്
തന്റെ കുടുംബത്തിന് മാന്യമായ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ചിലവഴിക്കലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് അയാൾ ബൈത്തുൽ മഖ്ദിസ് കാണാൻ വേണ്ടിയിട്ട് 2 മാസത്തേക്ക് യാത്ര പോകുന്നു എന്ന് ചോദിച്ചു. ഉടനെ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ശരി 2 മാസത്തേക്ക് നീ ബൈത്തുൽ മഖ്ദിസ് കാണാൻ വേണ്ടി പോവല്ലേ, ഈ 2 മാസം നിന്റെ വീട്ടുകാരുടെ ചെലവിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഫർജി ഇലാ ബൈതിക്, എന്നാ നേരെ വീട്ടിലേക്ക് പോകും. അവർക്ക് നീ വരുന്നത് വരെ കഴിയാനുള്ള മാന്യമായ വരുമാനം ഉറപ്പുവരുത്തും. ഈ മനുഷ്യൻ ചോദിക്കുക, എന്തിനാ അത്ര എങ്ങനെ ഉറപ്പുവരുത്തേണ്ടത്? അവരെ അള്ളാഹു തലവലിപ്പിച്ച് പോയപ്പോൾ പോരാ. കാരണം സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളിഅ മൻ യഖൂത്, ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പട്ടിണിക്കിടലാണ്, അവർക്ക് മെച്ചമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തതാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ മടക്കിയേക്കുന്നത്. മക്കളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഖുതുബിൽ സൂചിപ്പിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.